അങ്ങനെ മൂന്നടിച്ച് മുന്നേറിയിരിക്കുകയാണ് ഹെയ്ത്തിക്കെതിരെ മഞ്ഞപ്പട. ആരാധകർ കാത്തിരുന്ന നിമിഷം. കഴിഞ്ഞ കളിയിലെ നിരാശയെല്ലാം അയച്ചു കളഞ്ഞ വിനീഷ്യസ് ജൂനിയറും മത്തേയോസ് കൂനിയും ഒക്കെ തന്നെ തകർത്ത് കളിച്ചപ്പോൾ ബ്രസീലിന് ഈ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. രണ്ടാം പകുതിയിൽ കളി കുറച്ച് നിരാശപ്പെടുത്തിയെന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ കളിയിലെ നിരാശയെല്ലാം അങ്ങ് മാറ്റിവെക്കുന്ന തരത്തിലായിരുന്നു ബ്രസീലിന്റെ ആദ്യ പകുതിയിലെ പ്രകടനം. പ്രത്യേകിച്ച് വിനീഷ്യസ് ജൂനിയർ അദ്ദേഹത്തിന്റെ ബ്രില്യൻസ്, ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒരിക്കൽ കൂടി കാണിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഫിലാഡൽഫിയ സ്റ്റേഡിയത്തിൽ കണ്ടത്. അപ്പോൾ ബ്രസീലിന്റെ ഈ മത്സര വിശേഷത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഗോൾക്കാനോ തുടങ്ങാം. അങ്ങനെ ആദ്യം ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ബ്രസീൽ. ഇതില്ലാത്ത 3 ഗോളിനാണ് ഹെയ്ത്തിയെ തോൽപ്പിച്ചത്. മത്തിയോസ് കൂനിയ ഇരട്ട ഗോൾ നേടിയപ്പോൾ മൂന്നാം ഗോൾ വിനീഷ്യസ് ജൂനിയറിന്റെ വകയായിരുന്നു. ഇപ്പോൾ അക്ഷയ് മോഹൻ ചേരുന്നു വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. അക്ഷയ്, ആരാധകർ കാത്തിരുന്നതാണ് ഈ വിജയം. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ വലിയ നിരാശരായാണ് ഒരുപക്ഷെ മത്സരം തീരുന്നതിന് മുമ്പ് സ്റ്റേഡിയത്തിൽ നിന്നും സീറ്റുകളിൽ നിന്നും ഒക്കെ തന്നെ എഴുന്നേറ്റ് പോകുന്ന ആരാധകരെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തവണ അവർക്ക് മതിമറന്ന് ആഘോഷിക്കാനുള്ള വക നൽകിയിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയറും കൂട്ടരും. അല്ല, അതുതന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നിരാശ മറികടക്കാൻ ബ്രസീൽ ഒരു ജയം ആവശ്യമായിരുന്നു. അതോടൊപ്പം ഗോളുകളും അവർക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. അത് രണ്ടും നേടാൻ അവർക്ക് സാധിച്ചു. 3 ഗോളുകൾ ആദ്യ പകുതിയിൽ തന്നെ നേടി ബ്രസീൽ ഒരു മേധാവിത്വം ആദ്യ പകുതിയിൽ പുലർത്തിയും. 23-ാം മിനിറ്റിൽ തന്നെ പകരക്കാരെത്തിയ മത്യൂസ് കുന്യ തന്നെ ആദ്യ ഗോൾ നേടി. കഴിഞ്ഞിറങ്ങിയ ഇഗർ തിയാഗോയ്ക്ക് പകരം ഇറങ്ങിയ മത്യൂസ് കുന്യ ആദ്യം തന്നെ ബ്രസീൽ 23-ാം മിനിറ്റ് തന്നെ മുന്നിലെത്തിയതിനു ശേഷം 36-ാം മിനിറ്റ് ഒരിക്കൽ കൂടി തിയാഗോ ലക്ഷ്യം കണ്ടതിന് ശേഷം ഒന്നാം പകുതിയുടെ അധിക സമയത്ത് വിനീഷ്യസ് ജൂനിയർ കൂടി ഗോൾ നേടിയതോടെ ആദ്യ പകുതിയിൽ 3-0 എന്ന സ്കോറിന് ബ്രസീൽ അവസാനിപ്പിച്ചു. പക്ഷേ ആ പ്രതീക്ഷ കളി അവർക്ക് രണ്ടാം പകുതിയിൽ അവർക്ക് കൂടുതൽ ഗോളുകൾ നേടാൻ സാധിച്ചില്ല. ആദ്യ പകുതിയിൽ നേടിയ 3 ഗോളിൽ തന്നെ ഫുൾ ടൈം അവർ കളി അവസാനിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ കളി വെച്ച് നോക്കുമ്പോൾ കളി മെച്ചപ്പെട്ടിട്ടുണ്ട്, ഗോളുകൾ നേടാൻ സാധിച്ചു. പക്ഷേ വേൾഡ് കപ്പ് മുന്നിലേക്ക് പോകും തോറും ഈ കളി മതിയോ എന്ന് കാർലോ ആഞ്ചലോട്ടി ഈ മത്സരത്തിന് ശേഷം ഇരുത്തി ചിന്തിക്കുമെന്ന് ഉറപ്പാണ്. മധ്യനിരയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കളി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രതീക്ഷത്ര അത്തരം ഒരു ലെവലിലേക്ക് ഇതുവരെ ബ്രസീലിലെ കളി എത്തിയിട്ടില്ല. മുന്നോട്ട് പോകുന്നതോറും ഇനി റൗണ്ട് ഓഫ് 32 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ റൗണ്ടുകളിലൊക്കെ ഈ കളി മതിയോ എന്ന് പരിശീലകൻ ഇരുത്തി ചിന്തിക്കുന്നുണ്ടാവും. ഒപ്പം തന്നെ അക്ഷയ്, ഇന്നത്തെ ഒരു ഡബിൾ ചേഞ്ച് അത് വർക്കൗട്ടായി. കാർലോ ആഞ്ചലോട്ടിയുടെ ആ ഒരു തീരുമാനം വർക്കൗട്ടായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മത്തേയോസ് കൂനിയയുടെ ആ മാറ്റം തന്നെയാണ്. തിയാഗോയെ മാറ്റിക്കൊണ്ട് കുനിയ വന്നതോടുകൂടിയാണ് ആ ഒരു അവരുടെ കഴിഞ്ഞ മത്സരത്തിൽ വലിയ വിമർശനം ഉയർന്നത്. അറ്റാക്കിംഗ് നിര വളരെ നിരാശപ്പെടുത്തി എന്ന തരത്തിലായിരുന്നു, പ്രത്യേകിച്ച് സ്ട്രൈക്കർ റോളിലുള്ള ആൾ. ഇത്തവണ കുനിയ വരുന്നു, 2 ഗോൾ അടിക്കുന്നു. എന്തായാലും കോച്ചിന്റെ ആ തീരുമാനം വളരെ സക്സസ് ആയി. റൈറ്റ് വിങ്ങിൽ ഡാനിയേലയുടെ പ്രകടനവും മികച്ചതെന്ന് പറയുന്നു. 2 മാറ്റങ്ങളാണ് കഴിഞ്ഞ മത്സരത്തെ സൂചിപ്പിച്ചതുപോലെ 2 മാറ്റങ്ങളാണ് ആഞ്ചലോട്ടി ഈ മത്സരത്തിൽ വരുത്തിയത്. ഡാനിലോ വന്നു പ്രതിരോധത്തിൽ, അതോടൊപ്പം തന്നെ മത്യൂസ് കുന്യ മുന്നേറ്റ നിരയിൽ വന്നു. ആ ചേഞ്ചുകൾ ഈ കളിയുടെ ഒരു ഭാഗം നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ ഗോള് ഒരു റീബൗണ്ടിൽ നിന്ന് വന്ന ഷോട്ടാണ് കുന്യ അത് കൃത്യമായി തന്നെ വലയിലെത്തിച്ചത്. ഒരു സ്ട്രൈക്കർ നമ്പർ 9 പൊസിഷൻ കളിക്കുന്ന താരത്തിൽ നിന്ന് വേണ്ട കൃത്യമായ ജാഗ്രത അദ്ദേഹത്തിൽ നിന്നുണ്ടായി. കൃത്യമായ ഒരു ഫിനിഷിലൂടെ ഗോൾ ഉറപ്പിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം വിനീഷ്യസ് ജൂനിയറിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ തവണ ഇന്ന് നേടിയ ഗോൾ. എന്തായാലും അക്ഷയാണ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.